ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. പ്ലസ് ടുവിന് ശേഷം ഉന്നത പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പായിട്ടുള്ള സെൻട്രൽ സെക്ടർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 2024 ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ടും ഓർപ്പെടുത്തുകയാണ്. അപ്പോൾ നാഷണൽ ലെവൽ സ്കോളർഷിപ്പായിട്ടുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം, അതായത് ഒക്ടോബർ മാസമായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ശ്രദ്ധിക്കുക, 30/11/2024 വരെ, അതായത് ഈ മാസം 30/11/2024 വരെ ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും പല സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിയാത്തതുകൊണ്ട് അപ്ലൈ ചെയ്യാത്തവരുണ്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്, അതായത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും പ്ലസ് ടുവിന് ശേഷം, അതായത് വിവിധ ഡിഗ്രി, അതേപോലെ PG, അതേപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സെൻട്രൽ സെക്ടറിൻ്റെ ഈ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് പ്രധാനമായിട്ടും SC, ST, അതേപോലെ OBC തുടങ്ങിയ വിവിധ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ പറയുന്ന സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യുവാനും, അതേപോലെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പല വിദ്യാർത്ഥികളും ഇന്നേ കോഴ്സുകളാണ് പഠിക്കുന്നത്, അപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ, ഇന്നേ കോഴ്സിന് സ്കോളർഷിപ്പ് തുക ലഭിക്കുമോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നോർമലി ഡിഗ്രി, അതേപോലെ തന്നെ PG, അതേപോലെ വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ് ഈ പറയുന്ന സ്കോളർഷിപ്പ് ലഭിക്കുക. പ്രധാനമായിട്ടും വിവിധ പ്രൊഫഷണൽ കോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ്, അത് ആമുഖമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് ടു നിങ്ങൾക്ക് മിനിമം 80% മാർക്കാണ് ഇതിന് വേണ്ടത്. അതേപോലെ പരമാവധി 4.5 ലാക്ക് സാലറി ആനുവൽ ഇൻകമായിട്ട് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ പറയുന്ന സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. വിദ്യാർത്ഥികൾ പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് നോക്കുക. അതായത് scholarship.gov.in ജസ്റ്റ് ഗൂഗിൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഒഫീഷ്യൽ പേജിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ്, എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും, 30/11/2024. വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപ്ലൈ ചെയ്യുവാനും അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ ലിങ്കും ഇതിൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് അത് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് പുതുതായിട്ട് അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ് എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും, ഇവിടെ നിങ്ങൾ ജസ്റ്റ് മുകളിൽ ഇവിടെ ഈ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന 4 ലൈൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ്, അതേപോലെ തന്നെ സ്കീം ഓൺ NSP, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിൻ്റെ സ്കോളർഷിപ്പാണ് വിദ്യാർത്ഥികൾക്ക് കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതായത് NSP സ്കോളർഷിപ്പ് ഫോർ ഹയർ സ്റ്റഡീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ അപ്ലൈ ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ, അതായത് OTR ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഫസ്റ്റ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് ഇതൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും എലിജിബിലിറ്റി, ഇന്ന് ഞങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം സംശയമുള്ളത് കൊണ്ടാണ്, അതാണ് മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജ് ഒന്ന് കാണിച്ചു മാത്രം. അപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ ജസ്റ്റ് അപ്ലൈ ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അത് നിങ്ങൾ രജിസ്റ്റർ യുവർ സെൽഫ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോർമലായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ മൊബൈൽ നമ്പർ, KYC ഡീറ്റെയിൽസ്, ഫിനിഷ്. ഓക്കെ, ഇപ്പോൾ നോർമലായിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രമാണ് ഇതിലുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വൺ ബൈ വൺ എല്ലാ കാര്യം മനസ്സിലാക്കി എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ഇനി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നുള്ള ലിങ്ക് നേരത്തെ വന്ന ആ ഒരു പേജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ജസ്റ്റ് ലോഗിൻ IDയും അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും മറ്റുള്ള ഡീറ്റെയിൽസ് അടിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന സ്കോളർഷിപ്പ്, നിങ്ങൾ ഹയർ സ്റ്റഡീസ് സ്കോളർഷിപ്പിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഇനിയും ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ രീതിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നു. അതിനുശേഷം അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് വീണ്ടും ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ഹയർ സ്റ്റഡീസ് സ്കോളർഷിപ്പിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി നോട്ട് ചെയ്യുക, ലാസ്റ്റ് ഡേറ്റ്, ഈ വർഷത്തെ ലാസ്റ്റ് ഡേറ്റ് 30/11/2024 വരെയാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എലിജിബിലിറ്റി, കാരണം വിവിധ പ്രൊഫഷണൽ
കോഴ്സ് ഉൾപ്പെടെ പല കോഴ്സുകളും ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം അത് റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. അതായത് കോളേജുകൾ, യൂണിവേഴ്സിറ്റികളിൽ റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതായത് ഡിസ്റ്റൻസ് മോഡിൽ അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് മോഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പറ്റില്ല. അത് റെഗുലർ മോഡിൽ തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് അതിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും ഹോം പേജിൽ വന്ന് ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പബ്ലിക് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ എലിജിബിലിറ്റി എന്നുള്ളൊരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് എലിജിബിലിറ്റി അതായത് സ്കോളർഷിപ്പ് എലിജിബിലിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തന്നെ നിങ്ങളുടെ സ്കോളർഷിപ്പിന് ഈ ഒരു സ്കോളർഷിപ്പിന് നിങ്ങൾ എലിജിബിൾ ആണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ചെക്ക് യുവർ എലിജിബിലിറ്റി ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് നിങ്ങളുടെ സ്റ്റേറ്റ് അടിച്ചു കൊടുക്കുന്നു, നെയിം അടിച്ചു കൊടുക്കുന്നു, ജെൻഡർ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ മെറിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ നിങ്ങളുടെ പേരൻറ്റ് ആനുവൽ ഇൻകം. നോർമലി നേരത്തെ പറഞ്ഞു പരമാവധി 4 ലക്ഷം വരെയാണ് ലിമിറ്റ്. അപ്പോൾ അതിനുള്ളിലായിരിക്കും നോർമലി എല്ലാ വിദ്യാർത്ഥികളും നോർമലി ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സാലറി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ നിങ്ങൾ ഒരു സാലറി കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുന്നു. അതിന് പേരൻറ്റ് പ്രൊഫഷൻ നിങ്ങളോട് ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ പേരൻറ്റ് പ്രൊഫഷൻ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ റിലീജിയൻ, അതേപോലെ കമ്മ്യൂണിറ്റി, അതേപോലെ ഡിസേബിൾ ആണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, പേരൻറ്റ്സ് നോട്ട് അലൈവ്, ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഓരോന്നും കൃത്യമായിട്ട് നിങ്ങൾ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ സ്കോളർഷിപ്പ് കാറ്റഗറി ഇവിടെ നിങ്ങൾ പോസ്റ്റ് മെട്രിക് ടോപ്പ് ക്ലാസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ടോപ്പ് ക്ലാസ് ആണ്, പോസ്റ്റ് മെട്രിക് ആണ്, പ്രീ മെട്രിക് ഓൾറെഡി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ ആപ്ലിക്കേഷൻ ടൈപ്പ് ഇവിടെ സ്കോളർഷിപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം ഇവിടെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഏതാണോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അത് നിങ്ങൾക്ക് ഇവിടെ കേരളത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ സ്റ്റേറ്റ് അതേപോലെ ജില്ല അടിച്ചു കൊടുക്കുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം ഇവിടെ അടിച്ചു കൊടുക്കുന്നു. ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൻ്റെ കൃത്യമായിട്ടുള്ള നെയിം ഇവിടെ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തു. അതാണ് സ്റ്റേറ്റ് കേരള ആണെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ കേരള എന്ന് ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് ഏതാണോ നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ കോഴിക്കോടാണ്, കോഴിക്കോട് ടൈപ്പ് ചെയ്യുന്നു. ഇനി എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം, ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൻ്റെ നെയിം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അത് ഓട്ടോമാറ്റിക് നമുക്ക് ഈ ഒരു പേജിലോട്ട് വരും. അതിനുശേഷം വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്കിയുള്ള ഓരോ ഡാറ്റയും കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വീണ്ടും നേരത്തെ നമ്മൾ ഓക്കെ റിലീജിയൻ, കമ്മ്യൂണിറ്റി, ഡിസേബിൾ, ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കിവിടെ ഓട്ടോമാറ്റിക് ഇതിൽ അപ്ഡേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം ഈ പറയുന്ന സ്കോളർഷിപ്പിന് എലിജിബിൾ അല്ലെങ്കിൽ ആ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക് റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജസ് അതേപോലെ യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് ഇതിൻ്റെ നെയിം ഇവിടെ കാണാൻ സാധിക്കും. ഇനി അതേപോലെ കോഴ്സ് നെയിം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിലെ കോഴ്സ്, അതേപോലെ മോഡ് ഓഫ് സ്റ്റഡി, പ്രീവിയസ് ക്ലാസ് പെർസെൻറ്റേജ്, അപ്പോൾ നിങ്ങളുടെ ഡിഗ്രി ആണെങ്കിൽ +2ൻ്റെ മാർക്ക്, ഇനി PG ആണെങ്കിൽ ഡിഗ്രിയുടെ ആ രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതേപോലെ പ്രീവിയസ് കോഴ്സ് ഇയർ, യൂണിവേഴ്സിറ്റി ബോർഡ്, അതേപോലെ 10th 12th നിങ്ങളുടെ റോൾ നമ്പർ, അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം, ഇതൊക്കെ മാൻഡേറ്ററി കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് കൊടുക്കുക. എക്സാം കണ്ടക്ട് ബൈ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ചെക്ക് എലിജിബിലിറ്റി ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്കോളർഷിപ്പാണ് ഈ പറയുന്ന സ്കോളർഷിപ്പിന് എലിജിബിൾ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും പ്രൊഫഷണലായിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എലിജിബിലിറ്റി നിങ്ങൾക്ക് ഇതുവഴി ചെക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട ഈ ഒരു സ്കോളർഷിപ്പായിട്ടുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, സെൻട്രൽ സെക്ടറിൻ്റെ ഈ ഒരു പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാർത്ഥികളാണെങ്കിൽ ഓരോ വർഷം 20,000 രൂപ വരെയാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഇതുവരെ ലഭിക്കുക. അപ്പോൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണ് ഇതിൽ കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്കോളർഷിപ്പിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലെല്ലാ സ്കോളർഷിപ്പിൻ്റെയും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.